ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ റിസ്ക് മെഷർമെൻറ്റ് 2 കമ്പനികളതൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ റിസ്ക് ഏതൊക്കെ നമുക്കറിയാം, സിസ്റ്റമാറ്റിക് റിസ്ക്കും അൺസിസ്റ്റമാറ്റിക് റിസ്ക്കും. നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്കിന് നമ്മൾ അൺഡൈവേഴ്സിഫൈബിൾ റിസ്ക് എന്നും മാർക്കറ്റ് റിസ്ക് എന്നും പറയും, നമുക്കറിയാം. അതായത് ഈ വോളറ്റാലിറ്റിയാണ്. ഇല്ല, റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, വോളറ്റൈലാണ് അല്ലേ. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ്, മാർക്കറ്റ് വോളറ്റാലിറ്റി പല കാരണങ്ങൾ കൊണ്ടും വരാം. ഏകദേശം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ബാധിക്കുന്ന ഒന്നാണ് എന്ത്, സിസ്റ്റമാറ്റിക് റിസ്ക്. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് എങ്ങനെയാണ് മെഷർ ചെയ്യുക നമുക്ക് നോക്കാം. അതായത് സിസ്റ്റമാറ്റിക് risk of a security is measured by a statistical measure is called beta. ആ സിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾ മെഷർ ചെയ്യുന്ന ആ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ വി കോൾ ഇറ്റ് ആസ് ബീറ്റ. ദ ഡാറ്റ റിക്വയർഡ് ഫോർ ദി കളക്ഷൻ ഓഫ് ബീറ്റ ആർ ദി ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓഫ് റിട്ടേൺസ് ഓഫ് ദി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആൻഡ് ദ റിട്ടേൺ ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. അതായത് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുക, അതായത് ബീറ്റ മെഷർ ചെയ്യാനുള്ള ഡാറ്റ ഏതൊക്കെയാണ്? ഇറ്റ് ഈസ് ദ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓഫ് റിട്ടേൺസ് ഓഫ് ദി ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആൻഡ് ദ റിട്ടേൺസ് ഓഫ് എ റെപ്രസെൻറ്റേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ്. ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ റിട്ടേണും റെപ്രസെൻറ്റേറ്റീവ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇൻഡെക്സിന് നമുക്ക് ആവശ്യമുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഡാറ്റ. അപ്പോൾ ഈ ബീറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ദ റിട്ടേൺ ഓൺ ഷെയർസ് വിത്ത് ദ റിട്ടേൺ ഓൺ ദി മാർക്കറ്റ്. ഷെയറിൻ്റെ റിട്ടേൺ വിത്ത് റെഫറൻസ് ടു മാർക്കറ്റ്. അപ്പോൾ ചില കമ്പനി എന്താവും, മാർക്കറ്റിനനുസരിച്ച് സെൻസിറ്റീവ് ആവും, അതിനനുസരിച്ച് എന്താണ് മുന്നോട്ട് പോവും. മാർക്കറ്റ് ഡള്ളാവുമ്പോൾ എന്താണ്, ആ ഷെയറും ഡള്ളാവും. അങ്ങനെ മാർക്കറ്റിനായിട്ട് എത്രത്തോളം സെൻസിറ്റീവാണ് നമ്മൾ ഈ ഷെയർ എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഈ ബീറ്റൻ്റെ വാല്യൂ 1.0, അതായത് 1 ആണ് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് ഈ 1നെ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ളതൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ബീറ്റ എന്ന് പറയുന്നത് എന്താണ്, സെൻസ് ഓഫ് സ്റ്റോക്സ് മാർക്കറ്റ് ഇൻഡെക്സ് കമ്പയർഡ് ടു ദി ഗ്രേറ്റർ മാർക്കറ്റ്. ദെൻ ഇറ്റ് ഈസ് ഓൾസോ യൂസ് ടു കമ്പയർ ദി സ്റ്റോക്ക് മാർക്കറ്റ് ടു ദാറ്റ് ഓഫ് അതർ സ്റ്റോക്സ്. അതർ സ്റ്റോക്സിൻ്റെ കമ്പാരിസണിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബീറ്റ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബീറ്റ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ ഒരു ഗ്രീക്ക് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ബി അങ്ങോട്ട് ഫുള്ളാവില്ല, അങ്ങനത്തെ ഒരു എഴുത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ബീറ്റിന് എഴുതുന്നത് ഗ്രീക്ക് ലെറ്ററാണ്. ദെൻ നമുക്കറിയാത്തൊരു കാര്യം, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അറിയില്ല, നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബീറ്റ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ബീറ്റൻ്റെ ബെഞ്ച് മാർക്ക് 1 ആണ്. ആ 1 വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു ഷെയറിൻ്റെ ബീറ്റ 1.2 ആണെങ്കിൽ നമ്മളെന്താണ്, ആ 0.2 അല്ലേ. അപ്പോൾ അത് 20% നമുക്ക് എന്ത് പറയാം, മാർക്കറ്റിനേക്കാൾ വോളറ്റൈലാണെന്ന് പറയാം. ദെൻ ലെസ് ദാൻ 1 ആണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഈക്വൽ ടു 1 ആണെങ്കിൽ അങ്ങനെ ഓരോ മെഷർമെൻറ്റ് നമുക്ക് വരും. ആ 1 വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ബീറ്റൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ആ ഷെയറിന് നമ്മൾ എന്ത് പറയും, അഗ്രസീവ് സെക്യൂരിറ്റീസ് എന്ന് പറയും. എ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സെക്യൂരിറ്റീസ് പ്രൈസ് വിൽ ബി മോർ വോളറ്റൈൽ ദാൻ ദി മാർക്കറ്റ്. സെക്യൂരിറ്റി പ്രൈസ് എന്താണ്, മാർക്കറ്റ് എന്നുള്ളതിന് ലാസ്റ്റ് 6 വന്നിട്ടുണ്ട് കേട്ടോ, മാർക്കറ്റ് ടി ആണ് കേട്ടോ. അപ്പോൾ അഗ്രസീവ് സെക്യൂരിറ്റീസാണ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. എ ബീറ്റ ഓഫ് ഗ്രേറ്റർ ദാൻ 1 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ സെക്യൂരിറ്റീസ് പ്രൈസ് വിൽ ബി മോർ വോളറ്റൈൽ ദാൻ ദി മാർക്കറ്റ്. സെക്യൂരിറ്റീൻ്റെ പ്രൈസ് എന്താണ്, നമ്മളെ ഷെയർ മാർക്കറ്റിനേക്കാളും വോളറ്റൈലാണ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ.
ദെൻ ബീറ്റ ലെസ് ദാൻ 1, അതായത് അതിന് നമ്മൾ എന്ത് പറയുക, ഡിഫെൻസീവ് സെക്യൂരിറ്റീസ് എന്ന് പറയും. ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിഫെൻസീവ് സെക്യൂരിറ്റീസ്. അപ്പോൾ ഡിഫെൻസീവ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ വാല്യൂ എന്താണ്, ലെസ് ദാൻ 1 ആണ്. അങ്ങനെ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 എന്തായിരുന്നു, ദ സെക്യൂരിറ്റി പ്രൈസ് വിൽ ബി മോർ വോളറ്റൈൽ ദാൻ ദി മാർക്കറ്റ്. അപ്പോൾ ലെസ് ദാൻ 1 എന്താവും, ദ സെക്യൂരിറ്റി പ്രൈസ് ബി ലെസ് വോളറ്റൈൽ ദാൻ മാർക്കറ്റ്, മാർക്കറ്റിനേക്കാൾ ലെസ് വോളറ്റൈൽ ആവും ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ. പക്ഷെ ശ്രദ്ധിക്കുക, ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ മോർ വോളറ്റൈൽ ദാൻ ദി മാർക്കറ്റ്, ലെസ് ദാൻ 1 ആകുമ്പോൾ ലെസ് വോളറ്റൈൽ ദാൻ മാർക്കറ്റ്. ദെൻ ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ന്യൂട്രൽ സെക്യൂരിറ്റീസ്. അപ്പോൾ ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അഗ്രസീവ് സെക്യൂരിറ്റീസ്, ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിഫെൻസീവ് സെക്യൂരിറ്റീസ്, ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ന്യൂട്രൽ സെക്യൂരിറ്റീസ്. അതായത് അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സെക്യൂരിറ്റി പ്രൈസ് വിൽ മൂവ് വിത്ത് മാർക്കറ്റ്, മാർക്കറ്റിനനുസരിച്ച് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, ഗ്രേറ്റർ ദാൻ 1 അതായത് 1.2 ആണെങ്കിൽ 0.2 അതായത് 20% മാർക്കറ്റിനേക്കാളും വോളറ്റൈലാണ്. 1 വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക, ബീറ്റിൻ്റെ ബെഞ്ച് മാർക്ക് 1 വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു. ദെൻ ബീറ്റ ലെസ് ദാൻ 1 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ നമുക്ക് 0.9 കിട്ടിയ അല്ലെങ്കിൽ 1 താഴെ കിട്ടിയാൽ എന്താണ്, സെക്യൂരിറ്റീസ് മാർക്കറ്റ് വോളറ്റാലിറ്റി അത്രത്തോളം നമ്മൾ ഷെയറിനെ ബാധിക്കില്ല, ലെസ് വോളറ്റൈലാണ്. ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്, ന്യൂട്രൽ സെക്യൂരിറ്റീസ് ആണ്. അത് കൂടുതലും പോകില്ല കുറവും പോകില്ല, മാർക്കറ്റിനനുസരിച്ച് മാർക്കറ്റിൻ്റെ ട്രെൻഡിനനുസരിച്ച് അങ്ങനെ മൂവ് ചെയ്യുന്ന ഷെയർ ആവും എന്ത്, ബീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ബീറ്റ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ബീറ്റ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ വരും, അഗ്രസീവ് സെക്യൂരിറ്റീസ് ആണ്. ബീറ്റ ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിഫെൻസീവ് സെക്യൂരിറ്റീസ് ആണ്. ബീറ്റ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ന്യൂട്രൽ സെക്യൂരിറ്റീസ് ആണ്. അതിൻ്റെ ഫീച്ചർ നമ്മൾ എന്താണെന്ന് പറഞ്ഞു, ഒന്ന് ഫസ്റ്റത്തെ മോർ വോളറ്റൈൽ ദാൻ മാർക്കറ്റ്, ദെൻ സെക്കൻഡ് ലെസ് വോളറ്റൈൽ ദാൻ മാർക്കറ്റ്, ദെൻ ഈക്വൽ ടു 1 ആണെങ്കിൽ ദ സെക്യൂരിറ്റി പ്രൈസ് വിൽ മൂവ് വിത്ത് ദ മാർക്കറ്റ്. ദെൻ ഈ ബീറ്റ മെഷർ ചെയ്യാൻ അത് സിസ്റ്റമാറ്റിക് പിന്നെ റിസ്ക് ആണല്ലോ നമ്മൾ മെഷർ ചെയ്യുന്നത്. മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പിന്നെ 2 മെത്തേഡ്സ് ഉണ്ട്. 2 മെത്തേഡ്സ് എന്ന് പറയുന്നത് കോറിലേഷൻ മെത്തേഡും റിഗ്രഷൻ മെത്തേഡും. ഇത് രണ്ടും നമ്മൾ ക്യൂട്ടിയിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ ആ 2 മെത്തേഡുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മെത്തേഡിൻ്റെ പിന്നെ നമ്മൾ സ്റ്റേജസും ഇതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയുന്നതാവും അതിൻ്റെ സ്റ്റെപ്സൊക്കെ. അത് നമുക്ക് ജസ്റ്റ് പറഞ്ഞു പോയാൽ മതി. അപ്പോൾ പിന്നെ കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മളെങ്ങനെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ നമ്മൾ ആ ഗ്രീക്ക് ലെറ്റർ RIM സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ I സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ വേരിയൻസ് അല്ലേ. അപ്പോൾ ബീറ്റ ഈസ് ഈക്വൽ ടു RIM സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ I സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M വേരിയൻസ്. വേരിയൻസ് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് ബീറ്റ അല്ലേ, ദെൻ പിന്നെ RIM എന്ന് പറയുമ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ദ റിട്ടേൺ ഓൺ ദി ഷെയർ ആൻഡ് റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ദ റിട്ടേൺ ഓൺ ദി ഷെയർ ആൻഡ് ദി റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ്. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഏതൊക്കെ തമ്മിലുള്ളതാണ്, റിട്ടേൺ ഓൺ ദി ഷെയറും റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ്, മാർക്കറ്റും ഷെയറും തമ്മിലുള്ള റിട്ടേൺ. ദെൻ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് I, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക്, അതായത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് M സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ്. ദെൻ പിന്നെ വേരിയൻസ് ഓഫ് ദി റിട്ടേൺ ഓൺ ദി മാർക്കറ്റ്, അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ. അപ്പം ബീറ്റ ഈസ് ഈക്വൽ ടു RIM സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ I സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ M സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ. അപ്പോൾ RIM എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് ദ റിട്ടേൺ ഓൺ ദി ഷെയർ ആൻഡ് റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ്. I എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് സ്റ്റോക്ക്. M എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് മാർക്കറ്റ് ഇൻഡെക്സ്.
നമ്മൾ ഒരിട്ടം പറഞ്ഞതാണല്ലേ. പിന്നെ അതിനെ വേരിയൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ചില ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയുന്ന കാര്യങ്ങളാണ്. കോറിലേഷൻ്റെ ഇക്വേഷൻ എന്താണെന്നറിയാം, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം. അത് കണ്ടാൽ അതിനെ സ്ക്വയർ ചെയ്താൽ വേരിയൻസ് കിട്ടുമെന്നൊക്കെ അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ എ കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ വൈ ലിമിറ്റഡ്. എ കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ വൈ ലിമിറ്റഡ്. ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ദ കമ്പനീസ് റിട്ടേൺ ആൻഡ് ദ റിട്ടേൺ ഓൺ ദി മാർക്കറ്റ് ഈസ് 0.935. അപ്പോൾ ഡയറക്റ്റായിട്ട് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. റിട്ടേണും മാർക്കറ്റും തമ്മിലുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഡയറക്റ്റായി തന്നിട്ടുണ്ട് 0.935. The standard deviation of the returns on the stock is 14.96. Standard deviation 14.96 ആണ്. The standard deviation of the returns on the market is 10.11. Calculate beta value. അപ്പോൾ നമ്മൾ പറഞ്ഞു എ ആൾ വൈ ലിമിറ്റഡിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് 0.935 ആണ്. പിന്നെ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 14.96. ദെൻ മാർക്കറ്റിൻ്റെ 10.11. ആ ബീറ്റ ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ ഇക്വേഷൻ പറഞ്ഞത്? RIM സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് I സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് M ഡിവൈഡ് ബൈ വേരിയൻസ് ഓഫ് M ബൈ RIM എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ ആൻഡ് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് റിട്ടേൺ. RIM എത്ര? 0.935 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് സ്റ്റോക്ക് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി സ്റ്റോക്ക് ഈസ് 14.96 ഇൻറ്റു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റ് 10.11 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റിനെ സ്ക്വയർ ചെയ്യണം. വേരിയൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് മാർക്കറ്റിനെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ 10.11 സ്ക്വയർ എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 102.21. അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഓഫ് മാർക്കറ്റ് റിട്ടേൺ ആൻഡ് സ്റ്റോക്ക് റിട്ടേൺ ഈസ് 0.935. Standard deviation of stock is equal to 14.96. Then standard deviation of return on the market is 10.11. Then variance in the market in the variance. So 0.935 into 14.96 into 10.11. അപ്പോൾ നമ്മൾ ആദ്യം 14.96 into 10.11 ചെയ്യണം. ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യണം? 0.935 മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ അതിന് നമ്മൾ എന്ത് ചെയ്യണം? 102.21 അതായത് 10.11 സ്ക്വയറാണ് അല്ലേ. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ വാല്യൂ കിട്ടിയത് 1.384 ആണ്. അപ്പോൾ നമ്മൾ പഠിച്ച അനാലിസിസ് വെച്ചിട്ട് എന്താ ബീറ്റ വാല്യൂ ഇതെങ്ങനെയാണ്? മോർ ദാൻ 1 ആണല്ലേ. മോർ ദാൻ 1 ആകുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് അഗ്രസീവ് ഷെയർസ്. പിന്നെ ഷെയർ ഈസ് മോർ വോളറ്റൈൽ ദാൻ ദി മാർക്കറ്റ്. മാർക്കറ്റിനേക്കാളും എന്താണ്? വോളറ്റൈലാണ് ഈ ഷെയർ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് ഡയറക്റ്റായിട്ട് ഇങ്ങനെ വാല്യൂസൊക്കെ തന്നതുകൊണ്ടാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അതായത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഇക്വേഷനൊക്കെ എല്ലാവർക്കും അറിയാം. n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. പിന്നെ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ നമുക്കറിയാം. n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n സ്ക്വയർ റൂട്ട് അല്ലേ. റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n സ്ക്വയർ. അതിൻ്റെ റൂട്ട് കണ്ടെത്തിയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ കോറിലേഷൻ്റെ ഇക്വേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ. ക്യൂട്ടി പഠിച്ച ആൾക്കാരാണ് ഇപ്പോൾ കഴിഞ്ഞ സംഭവം തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർമ്മ പുതുക്കി വെക്കുക. കാരണം നമ്മൾ
പിന്നെ RIM നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് I, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് M, പിന്നെ വേരിയൻസ് സിമ്പിളാണ്. മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുമ്പോൾ അതിനെ സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ ആ ഇക്വേഷനൊക്കെ ഒന്ന് എല്ലാവരും പുതുക്കി വെക്കുക കേട്ടോ. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായി തന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് ജസ്റ്റ് ആ വാല്യൂ എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ നെക്സ്റ്റ് ക്വസ്റ്റ്യന് പിന്നെ അങ്ങനെയല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യണം.